ഏൻ കാടിൻ മകൻ. അന്തിക്കൊരു തിരി അന്തിയടിക്കണം, അന്തം വിട്ടൊന്നു കറങ്ങിടേണം. അപ്പനും അമ്മയ്ക്കും വാങ്ങിക്കൊടുക്കണം ഇത്തിരി കാശിന് മുന്തിരിക്കള്ള്. പണ്ടത്തെ കള്ളിന് എന്തൊരു കുളിര്, ഇന്നത്തെ കള്ളിന് എന്തൊരു കുളിപ്പ്. കടിയൻ, ഉള്ളുപറിയൻ, മണവാട്ടി, പെരുമ്പാമ്പ്, കള്ളുകൾ പലതരം, ഇത്തിരി കാശിന് മുന്തിരിക്കള്ള്. ആയിടയ്ക്കൊരു പണി കിട്ടി, കൂപ്പും ഷാപ്പും ലേലമെടുക്കണ ധന്യൻ മുതലാളി. അന്തിയായിട്ടും മുതലാളി എത്തില്ല, കയ്യിലാണിൽ 10 കാശില്ല. നാളെ എൻ മോളുടെ പിറന്നാള്, ഇട്ടേന്നൻ കാവിലെ ഉത്സവവും. രാത്രിയായി മുതലാളിയെ തേടിച്ചെന്നു കൊച്ചമ്മ പറഞ്ഞു, മലയിലെ തോട്ടത്തിലാ മുതലാളി. ഇരുട്ടിൻ മറവിൽ മല കയറി ചെല്ലുമ്പോൾ ഒന്നു ഞെട്ടി, കാട്ടിൽ എന്തോരാളനക്കം. കാട്ടുവള്ളി പത്ത് മാറ്റി നോക്കുമ്പോൾ കണ്ടു കള്ളു കലക്കണ രഹസ്യ കേന്ദ്രം. പെട്ടെന്നൊരാക്രോശം കിട്ടി, പുറത്തൊരു ചവിട്ട്. കൈകൾ കൂട്ടിപ്പിടിച്ച് മലത്തിക്കിടത്തി. ഒഴിക്കട അവന്റെ വായിൽ പുതിയ കള്ള്, ഇവൻ ചത്തുപോയില്ലെങ്കിൽ കാവിലെ ഉത്സവത്തിന് ഈ കള്ള് വിറ്റഴിക്കാമെന്ന പൊട്ടിച്ചിരി. നമ്മളെയും ആമയും ചത്തുകിടക്കുന്ന വിഷവെള്ളം എന്റെ വായിൽ ആരോ ഒഴിക്കാൻ തുടങ്ങുമ്പോൾ തട്ടിത്തെറിപ്പിച്ച് കാലിൽ വീണു ഞാൻ. അരുതേ, ഈ വിഷക്കല്ല് കൊടുക്കരുതേ, എങ്കട കൂട്ടത്തെ മുടിക്കല്ലേ എന്ന് കെഞ്ചി പറഞ്ഞു ഞാൻ. പെട്ടെന്നാരോ തലക്കടിച്ചു, വലിച്ചിഴച്ചു, പൊന്തക്കാട്ടിലേക്കെന്നെ വലിച്ചെറിഞ്ഞു. കാവിലെ ഉത്സവം കാണാനാകാതെ ഉത്സവ പിറ്റേന്ന് ഞാൻ ഊരിലെത്തി. അവിടെയും ഇവിടെയും ആൾക്കൂട്ടം, ഊരകളിൽ നിന്നും അലമുറകൾ, എങ്ങും മരണത്തിന് മണം മാത്രം. കണ്ണില്ലാത്തവർ, വായിൽ നുരയും പതയും ഒലിച്ച് ചത്തു വീണവർ 50ഓളം ശവം. ഇടയിൽ കണ്ടു ഞാൻ എന്റെ പൊന്നപ്പനും അമ്മയും. ആരോ പറഞ്ഞു വിഷക്കല്ലു കുടിച്ചത്. എത്ര കുടുംബങ്ങൾ അനാഥമായി, എത്രയോ വീടുകൾ കണ്ണീരിലായി. പട്ടിയെ പോലെ പിടഞ്ഞു പിടഞ്ഞു ചാവാൻ വിലയില്ലാത്തതോ ഈ ജീവിതം. ലക്ഷങ്ങൾ നൽകി